നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. NDA സംബന്ധിച്ച് ഇന്ന് നിർണായക ദിനമാണ്. മൂന്നാം മോദി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ സുരേഷ് ഗോപി അടക്കം മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ നടക്കും. വൈകിട്ട് 6:30 മോദി രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് ആദരമർപ്പിക്കും. തുടർച്ചയായി മൂന്നാം തവണ തെരഞ്ഞെടുപ്പ് ജയിച്ച് പ്രധാനമന്ത്രി പദത്തിലെത്തുകയെന്ന ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡിനൊപ്പം നരേന്ദ്രമോദിയും എത്തി. ഘടകകക്ഷി പാർട്ടികൾ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങളും അധികാരമേൽക്കും. സ്പീക്കറെ പിന്നീട് തീരുമാനിക്കും. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുത്താണ് സർക്കാർ രൂപീകരണം. മന്ത്രിസഭാ രൂപീകരണത്തിൽ സഖ്യകക്ഷികളുമായി BJP നേതൃത്വം ചർച്ചകൾ പൂർത്തിയാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. TDPക്കും JDUവിനും ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും 2 സഹമന്ത്രി സ്ഥാനം വീതവും ലഭിച്ചേക്കും. HD കുമാരസ്വാമി, ജയന്ത് ചൌധരി, അനുപ്രിയ പട്ടേൽ, ജിതൻ റാം മാഞ്ചി, പ്രഫുൽ പട്ടേൽ, ചിരാഗ് പാസ്വാൻ തുടങ്ങിയ സഖ്യകക്ഷി നേതാക്കൾ മന്ത്രിമാരാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കണക്കിലെടുത്ത് ഡൽഹി കനത്ത സുരക്ഷാ വലയത്തിലാണ്. എന്നാൽ 3 ക്യാബിനറ്റ് സ്ഥാനവും ബീഹാറിന് പ്രത്യേക പദവിയുമാണ് നിതീഷ് കുമാർ ഡിമാൻഡ് മുന്നോട്ട് വെച്ചത്. 12 MPമാരാണ് വിലപേശാനുള്ള JDUവിന്റെ ആയുധം. 16 സീറ്റുള്ള TDP 3 ക്യാബിനറ്റ് സ്ഥാനവും 3 സഹമന്ത്രി സ്ഥാനവും കൂടാതെ ലോക്സഭാ സ്പീക്കർ കസേര കൂടി ചോദിക്കുന്നുണ്ട്. മത്സരിച്ച 5 സീറ്റിലും ജയിച്ച LJP ഒരു കേന്ദ്രമന്ത്രി സ്ഥാനവും ഒരു സഹമന്ത്രി സ്ഥാനവും ആവശ്യപ്പെടുന്നു. 7 സീറ്റ് കൈമുതലുള്ള ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെ ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി സ്ഥാനവും ആവശ്യപ്പെടുന്നു. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ 7 വിദേശ രാജ്യങ്ങളിലെ നേതാക്കളടക്കം 8000-ലധികം പേർ പങ്കെടുക്കും. പത്മ പുരസ്കാര ജേതാക്കൾ, സെൻട്രൽ വിസ്ത പദ്ധതിയുടെ നിർമ്മാണ തൊഴിലാളികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തിൽ നിന്ന് BJPയുടെയും സഖ്യകക്ഷികളുടെയും നേതാക്കളും ലോക്സഭാ സ്ഥാനാർത്ഥികളും പങ്കെടുക്കും. അതേസമയം ചടങ്ങിലേക്ക് ഇന്ത്യ മുന്നണി നേതാക്കൾക്കും MPമാർക്കും ക്ഷണമില്ല. കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, ശിവസേന, CPM തുടങ്ങിയ പാർട്ടികളുടെ നേതാക്കൾക്ക് ക്ഷണം ലഭിച്ചിട്ടില്ലെന്നും ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. രാജ്യാന്തര പ്രമുഖർക്ക് ക്ഷണമുണ്ടെങ്കിലും പ്രതിപക്ഷത്തിന് ക്ഷണമൊന്നും ലഭിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് പരിഹസിച്ചു. സ്വയം ഉയർത്തിക്കാണിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിട്ട മോദിക്ക് തിരിച്ചടിയാണ് ഫലം. പ്രധാനമന്ത്രിയാകാൻ ധാർമ്മികതയോ രാഷ്ട്രീയമോ ആയ അവകാശമില്ലെന്നും ജയറാം രമേശ് പ്രതികരിച്ചു. ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമായി രൂപീകരിക്കുന്ന ഒരു സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ താനോ തന്റെ പാർട്ടിയോ പങ്കെടുക്കില്ലെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.